ട്രയൽ റണ്ണിനൊരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. വിഴിഞ്ഞത്തെ ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ ഇന്ത്യൻ പുറംകടലിലെത്തി. വിഴിഞ്ഞത്ത് നിന്നും 25 നോട്ടിക്കൽ മൈൽ അകലെയാണ് മദർഷിപ്പ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നാളെ മദർഷിപ്പിന് സ്വീകരണം നൽകും. തിരുവനന്തപുരത്ത് നിന്ന് ആതിര സാരസ്വത് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആതിര, കേരളത്തെയൊക്കെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ ഒരു നിമിഷം. ട്രയൽ റണ്ണിന് ഒരുങ്ങുകയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. വിഴിഞ്ഞത്തെ ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ ആണ് ഇന്ത്യൻ പുറംകടലിൽ എത്തിയിരിക്കുന്നത്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ? എന്താണ് അവിടെ നിന്ന് നൽകാൻ സാധിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? വീണ, എനിക്ക് പിന്നിലായി ഈ കാണുന്നതാണ് കേരളത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. കേരളത്തിൻ്റെ വിനോദ സാമ്പത്തിക മേഖലകളിൽ ഒരു നാഴികക്കല്ലായി മാറാൻ പോകുന്ന തുറമുഖം തന്നെയാണ് ഇത്. എന്തായാലും ആദ്യ മദർഷിപ്പ് ഇന്ന് എത്തുകയാണ്. അത് 7:30 ആയിരിക്കും ഇവിടെ ബർത്തിങ് നടക്കുക. ഇപ്പോൾ പുറംകടലിലാണ് ഉള്ളത്. ഏകദേശം 25 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഇപ്പോൾ കപ്പലുള്ളത്. നാളെയാണ് ഈ വിഴിഞ്ഞത്ത് കപ്പലിൻ്റെ ട്രയൽ റൺ നടക്കുക. 2000-തോളം കണ്ടെയ്നറുകളാണ് കപ്പലിലുള്ളത്. അതിൽ 1930 കണ്ടെയ്നറുകൾ ഇവിടെ ഇറക്കുകയും ചെയ്യും. നാളെ മുഖ്യമന്ത്രിയായിരിക്കും ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്യുക. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാളും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതായിരിക്കും. എന്തായാലും ജൂലൈ 2-നാണ് ചൈനയിലെ സിയാമൻ തുറമുഖത്തു നിന്നും കപ്പൽ പുറപ്പെട്ടത്. കൊളംബോ വഴിയാണ് കപ്പൽ വിഴിഞ്ഞത്തെത്തുന്നത്. എന്നാൽ കേരളത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരമായ വിഴിഞ്ഞം ഏറെ പ്രതീക്ഷകളും കൂടെ നൽകുന്നതാണ്. വീണ, ആതിര, ഈ ട്രയൽ റണ്ണിന് ഒരുങ്ങുകയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. അപ്പോൾ ഈ വിഴിഞ്ഞത്തെ സംബന്ധിച്ച് മറ്റു തുറമുഖങ്ങളിൽ നിന്ന് ആ വിഴിഞ്ഞം വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണ് ആതിര? തീർച്ചയായും വീണ, മറ്റ് രാജ്യത്തെ അന്താരാഷ്ട്ര തുറമുഖങ്ങളെക്കാട്ടി വ്യത്യസ്തമാണ് വിഴിഞ്ഞം. കാരണം എല്ലാ ലോകരാജ്യങ്ങൾക്കും വിഴിഞ്ഞത്തോടൊരു പ്രത്യേക താല്പര്യമുണ്ട്. അതായത് അന്താരാഷ്ട്ര തുറമുഖ ചാലുമായിട്ട് 10 നോട്ടിക്കൽ മൈൽ ദൂരം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു അന്താരാഷ്ട്ര തുറമുഖത്തിന് വേണ്ട എല്ലാ മാനദണ്ഡങ്ങളും ഈ വിഴിഞ്ഞത്തിനുണ്ട് എന്നുള്ളതാണ്. അന്താരാഷ്ട്ര കപ്പൽ പാതയുടെ സാമീപ്യം ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. 1 നോട്ടിക്കൽ മൈൽ അകലം മാത്രമാണ് ഈ അന്താരാഷ്ട്ര കപ്പൽ പാതയുമായി വിഴിഞ്ഞത്തിന് ഉള്ളത്. അതുപോലെ തന്നെ 24 മീറ്റർ സ്വാഭാവിക ആഴം തുടങ്ങിയവയെല്ലാം വിഴിഞ്ഞത്തെ വ്യത്യസ്തമാക്കുന്നുണ്ട്. നിലവിൽ മുന്ദ്ര, വിശാഖപട്ടണം മദർ പോർട്ടുകളാണ് ഇന്ത്യയിലുള്ളത്. അതിന് 16.5 മീറ്റർ ആഴം മാത്രമാണുള്ളത്. എന്നാൽ വിഴിഞ്ഞത്തെ സംബന്ധിച്ച് 20 മീറ്റർ ആഴമുണ്ട്. ഇതുകൊണ്ട് തന്നെ സ്വാഭാവികമായ ഒരു അന്താരാഷ്ട്ര തുറമുഖത്തിന് വേണ്ട എല്ലാ സ്വാഭാവികമായ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളും വിഴിഞ്ഞത്തുള്ളതിനാൽ തന്നെ എല്ലാവർക്കും വിഴിഞ്ഞത്തിനോടൊരു പ്രത്യേക ഒരു താല്പര്യവും ഉള്ളതായും പറയാൻ പറ്റും ലോക രാജ്യങ്ങൾക്ക്. വീണ, ആതിര, ഈ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണല്ലോ നാളെ ഈ മദർഷിപ്പിന് സ്വീകരണം നൽകുന്നത്. മുഖ്യമന്ത്രിക്ക് പുറമെ ആരൊക്കെയാണ് ആ ചടങ്ങിൽ നാളെ പങ്കെടുക്കുക? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നോ? വീണ, നാളെ മുഖ്യമന്ത്രിയായിരിക്കും ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്യുക. VN വാസവൻ, വിഴിഞ്ഞം MD ദിവ്യ S. അയ്യർ, കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ തുടങ്ങിയ അവർ പങ്കെടുക്കും. സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും ക്ഷണമുണ്ട്. അവർ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. വീണ, തീർച്ചയായും എന്തായാലും വ്യക്തമാണ് ആതിര, കേരളത്തെയൊക്കെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ ഒരു നിമിഷമാണ്. ട്രയൽ റണ്ണിന് ഒരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. വിഴിഞ്ഞത്തെ ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ ഇന്ത്യൻ പുറംകടലിൽ എത്തിയിരിക്കുകയാണ്. വിഴിഞ്ഞത്ത് നിന്നും 25 നോട്ടിക്കൽ മൈൽ അകലെയാണ് മദർഷിപ്പ്. നാളെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് മദർഷിപ്പിന് സ്വീകരണം നൽകുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ആതിര സാരസ്വത്.